നമസ്കാരം. കേരള പോലീസിൽ ശോഭ സുരേന്ദ്രൻ പറഞ്ഞ ഒറ്റുകാരനായ ഉദ്യോഗസ്ഥനെ തേടി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം. പ്രതിഷേധത്തിനിടെ BJP-ക്കാരെ കൈകാര്യം ചെയ്യുമെന്ന് ശോഭ സുരേന്ദ്രനെ വിളിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥൻ ആരെന്നാണ് അന്വേഷണം. കേരള പോലീസിൽ നിരവധി മോദി ഫാൻസുകാർ ഉണ്ടെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങും മുൻപ് ഫോൺ വന്നു. BJP-ക്കാരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പനിയോ ചെവിയിൽ അസുഖമോ ഉണ്ടെങ്കിൽ മുന്നിൽ നിൽക്കണ്ട, വെള്ളം ചീറ്റിക്കും. കേരള പോലീസിൽ 60% പേരും മോദി ഫാൻസാണ്. ശോഭ സുരേന്ദ്രന്റെ തൃശൂരിലെ ഈ പ്രസംഗത്തിന് പിന്നാലെയാണ് ഒറ്റുകാരനായ പോലീസിനെ കണ്ടെത്തണമെന്ന നിർദ്ദേശം രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചത്. അതേസമയം BJP CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായിരുന്നു. ഇതിനിടെ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. പോലീസിലെ ആരോ ബോധപൂർവം ജസ്റ്റിനെ ആക്രമിക്കുകയാണെന്ന ആരോപണം BJP ഉയർത്തുന്നു. ഇതാരെന്ന് BJP അന്വേഷിക്കുന്നുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജസ്റ്റിൻ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദിച്ച പോലീസുകാരന് രാഷ്ട്രീയ വിരോധമുണ്ടെന്നും തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു പോലീസുകാരന്റെ ഉദ്ദേശമെന്നും പരാതിയിൽ ആരോപിക്കുന്നു. രാഷ്ട്രീയ വിരോധം തീർക്കാൻ പോലീസുകാരൻ തലയിൽ ലാത്തി കൊണ്ടടിച്ചു. തല വെട്ടിച്ചു മാറിയില്ലായിരുന്നെങ്കിൽ മരണം സംഭവിക്കുമായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമില്ലാതെയായിരുന്നു മർദ്ദനം. യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല. പോലീസുകാരൻ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും ജസ്റ്റിൻ പരാതിയിൽ ആരോപിക്കുന്നു. CPM കോൺഗ്രസ് അനുഭാവികളായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സേനയിലുണ്ട്. എന്നാൽ BJP അനുഭാവികളുടെ എണ്ണം സേനയ്ക്കുള്ളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനാണ് അന്വേഷണം നടക്കുന്നത്.